ഹായ് മക്കളെ, എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈവ് ടി വി റിപ്പോർട്ട്. 5 മാർക്കിന് ഷുവറായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലൈവ് ടി വി റിപ്പോർട്ട് എന്നത്. ഏത് ചോദ്യം വന്നാലും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്ന ഒരു ലൈവ് ടി വി റിപ്പോർട്ടിന്റെ ഫോർമാറ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 5 മാർക്ക് ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഷുവറായിട്ടും വാങ്ങിക്കാൻ പറ്റും. ഉറപ്പായിട്ടും നിങ്ങൾ ഇത് എഴുതി തന്നെ പഠിക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഒരു ചോദ്യ പേപ്പർ ഒന്ന് നോക്കാം. എങ്ങനെയാണ് ലൈവ് ടി വി റിപ്പോർട്ട് ചോദിക്കുക. ലൈവ് ടി വി റിപ്പോർട്ട് എന്നാണ് ഇവിടെ ചോദ്യം തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് August 15th. Headmaster hoisted the national flag. Teachers distributed sweets in the children. Independence Day celebration programs are progressing in the school. Children are actively participating in different programs. ഇതാണ് നമുക്ക് ചോദ്യം തന്നെ. ഓഗസ്റ്റ് 15-ാം തീയതി ആണ് പ്രോഗ്രാം നടക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ ആണ്. നമ്മുടെ ഹെഡ് മാസ്റ്റർ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്ന, ഫ്ലാഗ് ഉയർത്തുന്നുണ്ട്. ടീച്ചേഴ്സ് കുട്ടികൾക്ക് സ്വീറ്റ്സ് ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ വിവിധ തരം പ്രോഗ്രാമുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പ്രിപ്പയർ എ ലൈവ് ടി വി റിപ്പോർട്ട് ഓഫ് ദി, അല്ലെങ്കിൽ ലൈവ് റിപ്പോർട്ട് ദി ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. അപ്പൊ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന്റെ ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കണമെന്നാണ്. അപ്പൊ നമുക്ക് ഏത് റിപ്പോർട്ട് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഹെഡിങ് എഴുതാം. ഹെഡിങ്ങിൽ നമുക്ക് എന്ത് എഴുതാം? ലൈവ് റിപ്പോർട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രോഗ്രാമിന്റെ പേര് എഴുതണം. ഇവന്റ് ഏതാണ് പ്രോഗ്രാം? ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആണെങ്കിൽ അത്, എൻവയോൺമെന്റൽ ഡേ ആണെങ്കിൽ അത്. അപ്പൊ അത് അങ്ങനെ കൊടുക്കുക. ലൈവ് റിപ്പോർട്ട് ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലൈവ് റിപ്പോർട്ട് ഓഫ് എൻവയോൺമെന്റൽ ഡേ എന്നൊക്കെ പറഞ്ഞ് ആ പ്രോഗ്രാമിന്റെ പേര് കൊടുക്കാം. അങ്ങനെ ഹെഡിങ് എഴുതി. ഇനി താഴെ നമുക്ക് പാരഗ്രാഫ് എഴുതാം. ഹലോ എന്ന് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എന്ന് എഴുതാം. ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ്, ഏത് വേണമെങ്കിലും എഴുതാം. ഗുഡ് മോർണിംഗ് എവരി വൺ എന്ന് എഴുതാം. ഐ ആം, ഞാൻ എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ പേര്. ഇവിടെ ആരുടെ പേര് എഴുതണം? നമ്മുടെ പേര് തന്നെ, നിങ്ങളുടെ പേര് തന്നെ എഴുതാം. ഐ ആം അനാമിക എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. അല്ലെങ്കിൽ ഐ ആം അനേയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പേര് എഴുതാം. അപ്പൊ ഇവിടെ കുട്ടിയുടെ പേര് എഴുതി, റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ പേര്. ലൈവ് റിപ്പോർട്ടിംഗ് ഫ്രം, എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ആ സ്ഥലത്തിന്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. സ്ഥലത്തിന്റെ പേര് ഏതാണ്? സ്കൂളിന്റെ പേരാണ് അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ സ്കൂളിന്റെ പേരാണ് എഴുതുക. ABC സ്കൂൾ അല്ലെ, മലപ്പുറം, അല്ലെങ്കിൽ ABC സ്കൂൾ കൊല്ലം, കാലിക്കറ്റ്, തൃശ്ശൂർ, ഏത് വേണേലും കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ പേര് കൊടുക്കുക GHS അല്ലെ, അല്ലെങ്കിൽ GVHS എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്കൂളിന്റെ പേര് ഇവിടെ കൊടുത്തു. അപ്പൊ ഒന്നാമത്തെ കടമ്പ നമ്മൾ കഴിഞ്ഞു. നമ്മൾ എന്തെഴുതി? റിപ്പോർട്ട് പേര് എഴുതിയിട്ടുണ്ട്. എന്താ പ്രോഗ്രാം എന്ന്? ഗുഡ് മോർണിംഗ്, ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് എഴുതി. അയാം എന്ന് പറഞ്ഞ് നമ്മുടെ പേര് എഴുതി. പിന്നെ റിപ്പോർട്ടിംഗ് ഫ്രം എന്ന് പറഞ്ഞിട്ട് സ്കൂളിന്റെ പേര് എഴുതി. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കാം. അടുത്ത പാരഗ്രാഫിൽ നമ്മൾ എഴുതുന്നു, നോക്കൂ. ടുഡേ ഈസ് ആൻ ഓസ്പീഷ്യസ് ഡേ. ഇന്ന് വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള, അല്ലെ, മഹനീയമായ ഒരു ദിവസമാണ്. ഓസ്പീഷ്യസ് ഡേ വളരെ മഹനീയമായ ദിവസമാണ്. ആസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ വീണ്ടും പ്രോഗ്രാമിന്റെ പേര് എഴുതുന്നു. ദ ഇവന്റ് എന്നാണ്. അപ്പൊ ഇവിടെ പ്രോഗ്രാമിന്റെ പേര് എഴുതുന്നു. എന്താണ് പ്രോഗ്രാം? ഇൻഡിപെൻഡൻസ് ഡേ. നമ്മൾ നേരത്തെ ഹെഡിങ് എഴുതിയില്ലേ, അത് തന്നെ ഇവിടെ എഴുതാം. ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഡേ എന്നൊക്കെ ഇവിടെ കൊടുക്കാം. ഈസ് ബീയിങ് സെലിബ്രേറ്റഡ്. ടെൻസ് നോക്കുക. ഈസ് ബീയിങ് സെലിബ്രേറ്റഡ് എന്നാണ്. അതായത് ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എഴുതുന്നത് കേട്ടോ. ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫുൾ ഓഫ് ജോയ് എന്നാണ് എഴുതിയത്. അറ്റ്മോസ്ഫിയർ ഈസ് ഫുൾ ഓഫ് ജോയ് അല്ലെ, വളരെ സന്തോഷകരമായ അന്തരീക്ഷമാണ്. സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് ആർ പ്രസന്റ് ഇൻ ലാർജ് നമ്പേഴ്സ്. വലിയ തോതിൽ എന്തുണ്ട്? ടീച്ചേഴ്സും സ്റ്റുഡൻസും പാരന്റ്സും ഒക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്യാതേർഡ് അല്ലെ, പ്രസന്റ് ആയിട്ടുണ്ട് എന്ന് എഴുതി. അടുത്ത പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത് ആ പ്രോഗ്രാമിൽ ആരൊക്കെ പങ്കെടുത്തു, ആരാ ഉദ്ഘാടനം ചെയ്തത്, എന്തെല്ലാം പ്രോഗ്രാം നടന്നു എന്നൊക്കെയാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. അപ്പൊ ദ പ്രോഗ്രാം വാസ് ഇനാഗുറേറ്റഡ് ബൈ, ദ പ്രോഗ്രാം വാസ് ഇനാഗുറേറ്റഡ്. ഇനാഗുറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്ത വ്യക്തിയുടെ പേര് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പ്രോഗ്രാം ഇനാഗുറേറ്റഡ് ബൈ ചീഫ് ഗസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ചീഫ് ഗസ്റ്റ്
മുഖ്യാതിഥി എന്ന് പറഞ്ഞു കൊടുക്കാം, ചീഫ് ഗസ്റ്റ്, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ, അല്ലെങ്കിൽ MLA, അല്ലെ, അദ്ദേഹത്തിന്റെ പേരൊക്കെ കൊടുക്കാം. അറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സമയം എഴുതണം. അടുത്തത് എന്ത് ചെയ്യണം? ടൈം എഴുതണം. ഏത് സമയത്ത്? 10 മണിക്ക്, അല്ലെ ഇൻഡിപെൻഡൻസ് ഡേ ആണെങ്കിൽ 9 മണിക്ക് അല്ലെങ്കിൽ 8:30 എന്നൊക്കെ കൊടുക്കാം, അല്ലെ. പിന്നെ വേണ്ടത് അടുത്തത് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ. ഫുൾ സ്റ്റോപ്പ് ഇട്ടു ടൈം കഴിഞ്ഞിട്ട്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് മേൽനോട്ടം സൂപ്പർവൈസ് ചെയ്തത് ആരാണ് അല്ലെങ്കിൽ പ്രിസൈഡഡ് ചെയ്തത് ആരാണെന്ന് എഴുതണം. അപ്പൊ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ടീച്ചർ ആരെങ്കിലും ഒരാളെ പേര് കൊടുക്കുക. ഈസ് ഹിയർ സൂപ്പർവൈസിങ് എവരിത്തിങ്, എല്ലാത്തിനെയും മേൽനോട്ടം വഹിച്ചു. ഇപ്പൊ ആനുവൽ ഡേ സെലിബ്രേഷൻ ആണ്, അല്ലെങ്കിൽ സ്പോർട്സ് ഡേ ആണ്, അങ്ങനെ എന്തോ ആവായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടീച്ചർ ഈസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചർ, സുനിൽ ടീച്ചർ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ബിന്ദു ടീച്ചർ ഈസ് സൂപ്പർവൈസിങ് എവരിത്തിങ്. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും അടുത്ത പാരഗ്രാഫിലേക്ക് വരുന്നു. നൗ, ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എ ഗ്രൂപ്പ് ഡാൻസ് ആൻഡ് എ പോസ്റ്റർ മേക്കിംഗ് ഈസ് ഗോയിങ് ഓൺ. ഗോയിങ് ഓൺ എഴുതണം കേട്ടോ. ഈസ് ഗോയിങ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? നടന്നുകൊണ്ടിരിക്കുന്നു അല്ല. ഇപ്പോ സ്റ്റേജിൽ ഗ്രൂപ്പ് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പോസ്റ്റർ മേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, സോങ് നടന്നുകൊണ്ടിരിക്കുന്നു. ദ ഓഡിയൻസ് ഈസ് ക്ലാപ്പിംഗ് ആൻഡ് ചിയറിംഗ്. ഓഡിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാപ്പിംഗ്, കൈയടിക്കുന്നുണ്ട്, അല്ലെ, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മുടെ റിപ്പോർട്ടിന്റെ ഏറ്റവും ലാസ്റ്റ് എഴുതുക. ദ പ്രോഗ്രാം വിൽ കൺക്ലൂഡ് വിത്ത് നാഷണൽ ആന്തം. ഈ പരിപാടി എന്ത് ചെയ്തേക്കാം? കൺക്ലൂഡ്, അവസാനിപ്പിച്ചേക്കാം. എങ്ങനെ? നാഷണൽ ആന്തത്തോട് കൂടി. വിൽ എന്നാണ് എഴുതുക കേട്ടോ. വിൽ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നേ ഉള്ളൂ. അതായത് പ്രോഗ്രാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രാം അവസാനിക്കുന്ന എന്തോട് കൂടിയായിരിക്കും? നാഷണൽ ആന്തത്തോട് കൂടിയായിരിക്കും. അറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സമയം കൊടുക്കണം. ഇപ്പൊ പ്രോഗ്രാം വിൽ കൺക്ലൂഡഡ് വിത്ത് നാഷണൽ ആന്തം അറ്റ് 5 PM അല്ലെങ്കിൽ 4 PM എന്ന് കൊടുക്കാം. താങ്ക് യു, നന്ദി. ദിസ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ടറുടെ പേര് ഇത് ഇവിടെ വേണമെന്നില്ല. ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ ഭംഗിയാക്കണമെങ്കിൽ വേണമെങ്കിൽ ഇത് ലാസ്റ്റത്തെ ഭാഗം കൊടുത്താൽ മതി, താങ്ക് യു എന്ന് പറഞ്ഞാൽ മതി. അല്ല വേണമെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള റിപ്പോർട്ടറുടെ പേര് തന്നെ കൊടുക്കണമല്ലോ, നിങ്ങളുടെ പേര് തന്നെ. ദിസ് ഈസ് അനേയ, അല്ലെങ്കിൽ ദിസ് ഈസ് അമേയ സൈനിങ് ഓഫ്, ദിസ് ഈസ് അനാമിക സൈനിങ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇത് റിപ്പോർട്ടറുടെ പേര് തന്നെയാണ് കേട്ടോ. അത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ലൈവ് റിപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. 100% ഉറപ്പാണ് പരീക്ഷയ്ക്ക് ലൈവ് റിപ്പോർട്ട് എഴുതാൻ ചോദിക്കും 5 മാർക്കിന്. അപ്പൊ 5 മാർക്ക് ഈ വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ കമന്റ് താഴെ രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യാതെ ആരും പോകരുത്, ലൈക്ക് ചെയ്യണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോസിൽ കാണാം. ഗുഡ് ബൈ.